പ്രേതച്ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്ന ഈ പെൺകുട്ടി കുറച്ച് ദിവസം മുമ്പ് എന്നോട് ചോദിച്ചു, മലാപ്പുറം ഒരു ജ്യൂസ് കട ഉണ്ട്. ഞാൻ പറഞ്ഞു, ആ പോവാം, എവിടെ ഒന്നും ചോദിക്കാൻ നിന്നല്ല. ഇതാണ് സുരേഷ് വെജ് ആൻഡ് ഫ്രൂട്ട്സ് അഥവാ സുരേഷ് ബേക്സ് ആൻഡ് കൂൾ ബാർ. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സുകൾ കിട്ടുന്ന കടയാണത്. പോരാത്തതിന് അവിടെ തന്നെ ഈ പറഞ്ഞ മാതിരി ബേക്സ് ആൻഡ് കൂൾ ബാർ ഉണ്ട്. പിന്നെ കുറേ വെറൈറ്റി ജ്യൂസസും ഷേക്സ് ആണുള്ളത്. അതായത് ഇപ്പോൾ എന്താണ് സബൂറ, ബട്ടൂറ, നൂറ, ആപ്രിയോ എന്തൊക്കെയോ പേരുകളാണ്. അപ്പോൾ ഈ കുട്ടി അഡിക്റ്റഡ് ആയിരിക്കുന്നത് ഈ കാണുന്ന ഭട്ടൂര ഷേക്കിലാണ്. ഭട്ടൂര ഷേക്ക് എന്ന് പറഞ്ഞാൽ അവക്കാഡോ, ടെൻഡർ കോക്കനട്ട്, ഡേറ്റ്സും കൂടി ചേർന്നിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, കുറച്ച് നേരത്തേക്ക് നമുക്ക് വയറ് നിറയുന്നൊരു ടൈപ്പ് സാധനമാണ്. ഈ ജ്യൂസ് കടേനെ പറ്റി പറഞ്ഞതിന് 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി പറഞ്ഞു, വേറൊരു കഫേ ഉണ്ട്, ഞാനിടയ്ക്ക് പോകുന്നതാ, നിനക്കിഷ്ടവും, ഞാൻ അവിടെ കൊണ്ടാവാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഞങ്ങൾ ആ കഫേയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കഥാനായിക അഥവാ കഥാ സ്പേസ്, എർത്ത് ത്രെഡ് ആൻഡ് ഫ്ലെയിംസ്. ഇത് ആക്ച്വലി ഇവൾ ഇങ്ങടാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എപ്പോഴും ഇവൾ സ്റ്റാറ്റസ് ഇടുന്നതാണ് ഇവളുടെ വേറെ 2 ഫ്രണ്ട്സിൻ്റെ. നമ്മളിപ്പോൾ കാണും, അവരുടെ കൂടെ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്ന സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര സ്പേഷ്യസ് സ്ഥലമായതുകൊണ്ട് നമ്മുടെ സിറ്റിയിൽ എവിടെയോ ആണെന്ന്. പക്ഷേ ഈ ഇരിങ്ങാടൻപള്ളിയിൽ കുഞ്ഞു കുഞ്ഞു കടകളല്ലേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് കയറിയിട്ടാണ് ഒരു എന്താ പറയുക, ഇരിങ്ങാടൻപള്ളി ചവരമ്പലം റൂട്ടിൽ. അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇവളെന്താ ഇങ്ങനെ ഇടവഴിയിലേക്ക് എടുക്കണേന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം, ഞാൻ ഫോട്ടോസിൽ കണ്ടിട്ടുള്ള സ്ഥലം തന്നെ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് അവളെപ്പോഴും ഈ കടയിൽ വന്നിരിക്കുന്ന 2 ഫ്രണ്ട്സ്. നേരത്തെ കാണിച്ചത് അമൃത്, ഇത് ഹരി. ഹരിയും അമൃതും ഒരുമിച്ച് 5ാം ക്ലാസ് വരെ പഠിച്ചു. അമൃതും ഹർഷയും 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചു. ഞാനും ഹർഷയും +1 +2 ഒരുമിച്ച് പഠിച്ചു. അവൻ കൃഷ്ണൻ്റെ കൂടെ വന്നു, അവൻ്റെ കൂടെ നീ വന്നു, നിൻ്റെ കൂടെ ആരെയും വന്നിട്ടുണ്ടോ? അവിടെ സെയിലിന് ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റഡ് സാരീസ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, ബാഗുകളുണ്ട്, ക്ലച്ചസ് ഉണ്ട്, പേഴ്സസ് ഉണ്ട്, പിന്നെന്താണ് കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്, മെറ്റൽസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. പക്ഷേ ഭയങ്കര പൈസ കൂടുതലാണ്. ഐ നോ, ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങൾക്ക് കുറച്ച് പൈസ കൂടുതലാണ്. പിന്നെ ഒരുപാട് ബുക്സ് ഉണ്ട് അവിടെ വരുന്നവർക്ക് ഇരുന്ന് വായിക്കാൻ. എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരുന്ന് നമുക്ക് വായിക്കാം. അപ്പം എനിക്കിതിങ്ങനെ പോയി വീഡിയോ എടുക്കണം, വ്ളോഗിനിടാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമൃതക്കുട്ടൻ എൻ്റെ കൂടെ വന്നു, ഞാൻ വരാം, ഞാൻ നിനക്ക് വീഡിയോ എടുത്ത് തരാം. ആദ്യമായിട്ടോ എന്നോടൊരാൾ നീ നടന്നോ, നീ നടക്കണതും ഇരിക്കണതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് തരാം, നീ അഭിനയിച്ചോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിടുന്നത്. അതും ഞാൻ ചോദിക്കാണ്ട് തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സണ്ണിക്ക് നാഗവല്ലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ നിങ്ങളിത് കാണുക, ഇതാണ് അമൃതിന്റെ വീഡിയോഗ്രാഫി സ്കിൽസ്. ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പോയ പോലെയല്ല ചേട്ടാ. എല്ലാം ഫ്രീ അല്ലേ? ഇനി നീ നിന്റെ ഡ്യൂട്ടി ഉടങ്ങിക്കോ. ഷോപ്പിങ്ങിന് കൊണ്ടുപോയില്ലെന്ന പരാതി വേണ്ട. ഇത് കണ്ടോ ചേട്ടാ? അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ. അതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. ഞങ്ങൾ വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും അവിടെ ലോഡഡ് ഫ്രൈസ് എത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ സൂക്ഷിക്കണേ, യൂട്യൂബ് കയറാളങ്ങളൊക്കെ. ഹരി ഭയങ്കര എസ്തറ്റിക്ക കഴിക്കും, എസ്തറ്റിക്ക കഴിക്കും. ആരും കണ്ടില്ലേ, വേഗം എടുത്താള്. താഴെ മുടിയിട്ടുള്ളതാ, ഞാൻ ഡിസൈൻ ആക്കി. എടാ, മാന്തി പറിക്കില്ല അതിനകത്ത്, മനസ്സിലാക്കാം. അതന്നെ ഹർഷ ടിഷ്യൂ എടുത്തിട്ട് ടയറൊക്കെ തോന്നിട്ട് ഹർഷ ബൈറ്റ് എടുക്കും. എന്തിനാ ഒരു സ്പൂൺ ഓർക്കോ? എന്താ ചെയ്യുന്നത്? ഹർഷ എസ്തറ്റിക് ഭയങ്കരമായിട്ട് കൂടിയത്. ആ തന്നെ തന്നെ, ആ സ്പൂണോടെ കൂടെ പിടിച്ചോ, സ്റ്റൈലിന്. ചെറിയൊരു വൈറ്റ് എടുത്ത് അങ്ങനെ എസ്തറ്റിക് കഴിക്കും. കുത്തിട്. അമൃത മാലയിട്ട സ്വാമി ആയതുകൊണ്ട് ചിക്കൻ ഇല്ലാത്ത പാസ്തയാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. ഇതൊന്നും കഴിച്ചിട്ടും വിശപ്പ് മാറാത്തതുകൊണ്ട് പിടിയും ഡക്കമപ്പാസും പുട്ടും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്തു. ഡക്കമപ്പാസ് ഞങ്ങൾ കഴിക്കുന്നത് പാവം ഞങ്ങളുടെ അമൃതസ്വാമിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. വാർദ്ധക്യത്തിൽ നിന്ന് വയസ്സിലേക്ക് പോകുന്ന 2 യുവാക്കൾ ആലോചിച്ച് പോവുകയാണ്, ഇനി എന്താണ് ജീവിതം. യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന യുവാക്കൾ നേരത്തെ കുട്ടി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അറിയാണ്ട് ഈ വാർദ്ധക്യത്തിൽ നിന്നും വയസ്സിലേക്ക് നിന്നൊക്കെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? നമ്മൾ നമ്മുടെ 2-3 ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വേറൊരു ഫ്രണ്ട് വിളിക്കുമ്പോൾ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയാണോ ഗൈസ്? പിന്നെ ഇവിടെ വന്നപ്പോൾ 2 കൗതുകകരമായ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇട്ട് വന്ന കമ്മലും അവിടെയുള്ള വാൾ പെയിൻറ്റിങ്ങിലെ പൂവൊക്കെ സെയിം ഡേയ്സി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചൂസ് ചെയ്ത റൂമിൽ എനിക്ക് വേണ്ടി ഒരു ചെയർ വേക്കൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിറകിലും കറക്റ്റ് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവർ 2 പേരും ഒരു ബൈക്കിലും ഞങ്ങൾ 2 പേരും അവളുടെ സ്കൂട്ടറിലും വീട്ടിലേക്ക് പോയി. അവളെന്നെ വീട്ടിൽ കൊണ്ടാക്കി, അവളുടെ വീട്ടിൽ പോയി. പിന്നെ 2 ഫോട്ടോ ഇരിക്കട്ടെ എന്ന് കരുതി ഞങ്ങളുടെ ഭട്ടൂര ഷേക്ക് വാല സെൽഫി.
4 പേരും ഒരുമിച്ചുള്ള വീഡിയോസ് ഇല്ലാത്തതുകൊണ്ട് 2 ഫോട്ടോസ് ഇട്ട് ഞാനിവിടെ പുളകതയാവുന്നു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ഹർഷമോളുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. ബൈ ബൈ.